പഴയ മനസ്സിനെ കൊണ്ട് പുതിയ ജീവിതത്തെ തൊടാൻ ശ്രമിക്കുന്നത് ഇന്നലത്തെ പത്രം കൊണ്ട് ഇന്നത്തെ വാർത്ത അറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നാം കാലത്തെ പോലും മൂന്നായി വിഭജിച്ചിരിക്കുകയാണ്. എന്നാൽ ശിവൻ ഈ വിഭജനത്തെ തകർത്തെറിയുകയാണ് ഇവിടെ. അദ്ദേഹം പറയുന്നു, ഭൂതകാലം എന്നത് ഓർമ്മകൾ മാത്രമാണ്, അതിപ്പോൾ നിലവിലില്ലാത്ത ഒന്നാണെന്ന്. ഭാവികാലം എന്നതോ അത് വെറും സങ്കല്പവുമാണ്, അത് ഇതുവരെ നമുക്കരികിൽ പോലും വന്നിട്ടില്ല. വർത്തമാനകാലം എന്നതാണ് ഏറ്റവും വലിയ രഹസ്യം. നമ്മൾ എന്തിനാണ് വിവാഹിതനാകുന്നത്? പ്രണയത്തിൻ്റെ ആ സുന്ദരമായ നിമിഷങ്ങൾ എന്നും ആവർത്തിക്കാൻ വേണ്ടിയാണ്, അല്ലേ? പക്ഷെ വിവാഹം കഴിഞ്ഞാൽ ആ നിമിഷങ്ങൾ എവിടെ പോകും? ഈ സമയത്തിൻ്റെ ചങ്ങല പൊട്ടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ശിവൻ തൻ്റെ പ്രിയതമയായ ദേവിയോട് പറയുന്നു, അത് പ്രേമമാണെന്ന്. ശിവൻ പഠിപ്പിക്കുന്നത് ഒരു മതമല്ല, മറിച്ച് ജീവിക്കാനുള്ള കലയാണ്. ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങളും ലൈംഗികതയെ പാപമായും വൃത്തികേടായും മുദ്രകുത്തിയപ്പോൾ ശിവൻ പഠിപ്പിച്ച തന്ത്രദർശനം പറഞ്ഞത് മറ്റൊന്നാണ്. നൂറ്റാണ്ടുകളായി പുരോഹിതന്മാരും സദാചാരവാദികളും നമ്മളോട് പറഞ്ഞു, ലൈംഗികത മോശമാണ്, അത് അടിച്ചമർത്തണമെന്ന്. ലൈംഗിക ഊർജത്തെ ഭയപ്പെടാതെ അതിനെ ബോധപൂർവം സ്വീകരിക്കുമ്പോഴാണ് അത് പ്രേമമായി രൂപാന്തരപ്പെടുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പുതിയ അറിവുകൾ സമ്പാദിക്കാനാണോ? ഒരിക്കലും അങ്ങനെയല്ല. നമുക്കറിയാം, ഈ ലോകത്ത് അറിവുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇന്നത്തെ കാലത്ത് ഗൂഗിളിലും പുസ്തകങ്ങളിലുമെല്ലാം അറിവുകളിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അറിവുകൾ അധികമാകും തോറും മനുഷ്യൻ കൂടുതൽ അസ്വസ്ഥനാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ സമയം ചിലവഴിക്കുന്നത് പുതിയ അറിവുകൾ തേടാനല്ല, മറിച്ച് നാം മറന്നുപോയ നമ്മുടെ തന്നെ ആന്തരിക സാമ്രാജ്യത്തെ വീണ്ടെടുക്കാനാണ്. ഒരു ഉദാഹരണത്തിന്, ഒരാൾ തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ദാരിദ്ര്യത്തെക്കുറിച്ച് വിലപിക്കുകയും വർഷങ്ങളായി അയാൾ ഭിക്ഷ യാചിക്കുകയുമാണ്. എന്നാൽ അയാൾ ഇരിക്കുന്ന ആ മണ്ണിനടിയിൽ വലിയൊരു സ്വർണ്ണനിധി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അയാൾക്കറിയുകയുമില്ല. ശരിക്കും അയാൾക്ക് വേണ്ടത് പുതിയൊരു ഭിക്ഷാപാത്രമല്ല, മറിച്ച് തൻ്റെ തന്നെ താഴെയുള്ള മണ്ണൊന്ന് മാന്തി നോക്കുവാനുള്ള അറിവാണ്, അല്ലേ? നിങ്ങളും ഞാനും ആ ഭിക്ഷക്കാരനെ പോലെയാണ്. ആനന്ദത്തിൻ്റെ വലിയൊരു നിധി നമ്മുടെ ഉള്ളിലുണ്ട്, എന്നിട്ടും നാം പുറത്ത് സന്തോഷത്തിന് വേണ്ടി അലയുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നോക്കൂ, ജീവിതം നമുക്ക് ചുറ്റും ഒരു വസന്തം പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രകൃതി ഓരോ നിമിഷവും ആഘോഷത്തിലുമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ മാത്രം കഠിനമായ മഞ്ഞുകാലമാണ്. പുറത്ത് സൂര്യൻ ഉദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇരുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആനന്ദിക്കാൻ കഴിയാത്തത്? അതിനുള്ള ഉത്തരം ലളിതമാണ്. നാം നമ്മിൽ നിന്ന് തന്നെ അകന്നു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടിക്ക് സന്തോഷിക്കാൻ അധികം കാരണങ്ങളൊന്നും വേണ്ട. അവനൊരു കല്ല് കണ്ടാൽ തന്നെ അതിൽ ആനന്ദിക്കും. മഴ കണ്ടാൽ മഴ നനഞ്ഞ് നൃത്തം ചെയ്യും. എന്നാൽ നാം വളർന്നപ്പോൾ നമ്മുടെ നിഷ്കളങ്കത എവിടെയോ നഷ്ടമായിരിക്കുന്നു. നമ്മുടെ തല അറിവുകൾ കൊണ്ട് ഭാരമുള്ളതായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയമോ അത് വരണ്ടു പോയിരിക്കുകയുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടി ഭഗവാൻ പരമശിവനാണ്. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ വെച്ച് തൻ്റെ പ്രിയതമയായ പാർവതിക്ക് ശിവൻ ഉപദേശിച്ചു കൊടുത്ത 112 ധ്യാനമുറകളാണ് വിജ്ഞാൻ ഭൈരവ തന്ത്ര എന്നത്.
ഇത് തത്വശാസ്ത്രമല്ല, ഇതൊരു വിദ്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്വിച്ചിടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ ശരിയായ വിദ്യ പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബോധമുണരുന്ന വിദ്യ. ഓഷോയുടെ വിപ്ലവകരമായ ദർശനങ്ങളിലൂടെ നാം ഈ വിദ്യകളെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അതിനായി നമുക്കൊരു കുട്ടിയായി മാറാം. നമ്മുടെ പദവികൾ, നമ്മുടെ ബിരുദങ്ങൾ, നമ്മുടെ അഹന്തകൾ ഇതെല്ലാം ചെരുപ്പഴിച്ച് വെക്കുന്നത് പോലെ പുറത്തു വെച്ച് കടന്നു വരേണ്ടതുണ്ട് നമുക്കിതിനായി. ഒരു സെൻ കഥയിൽ പറയുന്നത് പോലെ വലിയൊരു പണ്ഡിതൻ ഒരു ഗുരുവിനെ കാണാൻ ചെന്നപ്പോൾ ഗുരു അയാൾക്ക് ചായ പകർന്നു നൽകുകയുണ്ടായി. കപ്പ് നിറഞ്ഞൊഴുകിയിട്ടും ഗുരു ചായ പകരുന്നത് അവിടെ നിർത്തിയില്ല. പണ്ഡിതൻ നിലവിളിച്ചു, ഗുരു നിർത്തൂ, കപ്പ് നിറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതിൽ ഒന്നും ഉൾക്കൊള്ളാനാവില്ല. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സും ഈ കപ്പ് പോലെയാണ്. അത് മുൻധാരണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതൊന്നും ശൂന്യമാകാതെ എനിക്ക് നിങ്ങൾക്കൊന്നും നൽകാനാവില്ല എന്ന്. അതുകൊണ്ട് ഒരു ശൂന്യമായ പാത്രമായി നമുക്കും ഇവിടെ ഇരിക്കാം. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ നമുക്ക് മനസ്സിലാക്കാം, കേൾക്കാം. വരും നിമിഷങ്ങളിൽ നാം ഓരോ വാതിലുകളായി തുറക്കും. ഓരോ വാതിലിനപ്പുറവും കാത്തിരിക്കുന്നത് നമ്മുടെ തന്നെ യഥാർത്ഥ മുഖമാണ്. നമുക്ക് ആ യാത്ര തുടങ്ങാം. നിത്യതയിലേക്കുള്ള കവാടം നമുക്കായി തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും അന്വേഷിക്കുന്നത് സമാധാനമാണല്ലേ? എന്നാൽ എന്താണ് ഈ സമാധാനമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സമാധാനം എന്നാൽ സംഘർഷങ്ങളുടെ അഭാവമല്ല, മറിച്ച് നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള തിരിച്ചറിവാണ്. ഒരു വണ്ടിച്ചക്രത്തെ സങ്കല്പിച്ചാൽ ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചക്രത്തിൻ്റെ അരികുകൾ അതിവേഗം ചലിക്കുന്നുണ്ട്. അവിടെ ഘർഷണമുണ്ട്, തേയ്മാനമുണ്ട്, കഠിനമായ ചലനവുമുണ്ട്. എന്നാൽ ആ ചക്രത്തിൻ്റെ മധ്യഭാഗത്ത് അതിൻ്റെ കേന്ദ്രത്തിലൊരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ട് അവിടെ അനങ്ങുന്നുമില്ല. അത് തികച്ചും നിശ്ചലമാണ്. ആ നിശ്ചലമായ ബിന്ദു ഉള്ളതുകൊണ്ടാണ് ചക്രത്തിന് സുഗമമായി കറങ്ങാൻ കഴിയുന്നത്. മനുഷ്യനായ നമ്മളിലും ഇതുപോലെ ഒരു കേന്ദ്രമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനങ്ങാത്ത ശാന്തമായ മൗനമായ ഒരിടം. നിങ്ങളുടെ ശ്വാസം നിലച്ചാലും ശരീരം നശിച്ചാലും മാറാത്ത ആ കേന്ദ്രത്തെയാണ് നാം ആത്മാവെന്നോ അല്ലെങ്കിൽ ബോധമെന്നോ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്നോ? നാം നമ്മുടെ ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നത് ഈ ചക്രത്തിൻ്റെ വക്കുകളിലാണ്. അവിടെ ബന്ധങ്ങളുടെ തിരമാലകളുണ്ട്, പണത്തോടുള്ള ആർത്തിയുണ്ട്, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട്. നാം ചക്രത്തിൻ്റെ വക്കിലിരുന്ന് കരയുകയാണ്, എനിക്ക് സമാധാനം വേണമെന്ന്. ചക്രത്തിൻ്റെ വക്കിലിരുന്നാൽ നമുക്ക് സമാധാനം കിട്ടില്ല. പകരം നമ്മൾ അച്ചുതണ്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ശിവനിവിടെ ഈ അവസ്ഥയെ വളരെ തന്ത്രപരമായാണ് വിശദീകരിക്കുന്നത്. കേന്ദ്രവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം മനുഷ്യനെ 3 തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് ഭ്രാന്തനാണ്. ഭ്രാന്തൻ സ്വന്തം കേന്ദ്രത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയവനാണ്. അയാളുടെ വണ്ടിച്ചക്രം അച്ചുതണ്ടിൽ നിന്നും ഊരിത്തെറിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നിലേക്ക് മടങ്ങാൻ അറിയില്ല. രണ്ടാമത്തേത് പ്രബുദ്ധനാണ്.
അയാൾ തൻ്റെ കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തെന്ത് കൊടുങ്കാറ്റുണ്ടായാലും അയാളുടെ അച്ചുതണ്ട് അനങ്ങുന്നില്ല. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെടുമ്പോഴും യേശുവിനും വിഷം നൽകുമ്പോൾ സോക്രട്ടീസിനും പുഞ്ചിരിക്കാൻ കഴിഞ്ഞത്. അവർ ആ കേന്ദ്രത്തിലായിരുന്നു. മൂന്നാമത്തേത് സാമാന്യ മനുഷ്യരാണ്, അതായത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്നവർ. നാം ഇവ രണ്ടിനും ഇടയിലാണ്. നാം ഒരു ഊഞ്ഞാൽ പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നാം വളരെ ശാന്തരാകും, ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും നമ്മൾ ഭ്രാന്ത് പിടിച്ചവരെ പോലെ പെരുമാറും. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കും. നമ്മൾ നിയന്ത്രണം വിട്ട് പെരുമാറും. ആ നിമിഷം നമുക്കും ഒരു ഭ്രാന്തനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. പിന്നെ ഒരു വ്യത്യാസം എന്നത് അയാൾ സ്ഥിരമായി അവിടെയാണ്, നമ്മൾ താൽക്കാലികമായി അവിടെയാണ് എന്ന് മാത്രം. അല്പസമയത്തിന് ശേഷം ദേഷ്യം കഴിഞ്ഞ് നമ്മൾ നമ്മിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയും, അറിയാതെ പറ്റിപ്പോയതാണെന്ന്. എന്താണ് ഈ അറിയാതെ പറ്റിപ്പോകൽ? അതിനർത്ഥം നമ്മൾ കേന്ദ്രത്തിൽ നിന്നും തെറിച്ചുപോയി എന്നതാണ്. പ്രിയമുള്ളവരെ, ക്രോധം, കാമാവേശം, കഠിനമായ അസൂയ, ഇതെല്ലാം നമ്മെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയുന്ന ശക്തികളാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിലും ഇടയ്ക്കൊക്കെ നാം അറിയാതെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കേന്ദ്രത്തെ സ്പർശിക്കാറുമുണ്ട്. ഒരു മനോഹരമായ സൂര്യാസ്തമയം കാണുമ്പോഴോ അല്ലെങ്കിൽ തീവ്രമായ ഒരു പ്രണയ നിമിഷത്തിലോ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ മനസ്സവിടെ നിൽക്കും. ആ സെക്കൻഡിൽ നമ്മൾ ആനന്ദമറിയും. അപ്പോൾ നമ്മളൊരു ബുദ്ധനാണ്, പക്ഷേ അതൊരു മിന്നൽ പിണർ പോലെ വന്നു പോകുകയാണ് ചെയ്യുന്നത്. ആ ആനന്ദം നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വീണ്ടും ആ ചക്രത്തെ കറക്കി തുടങ്ങിയിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ആന്തരിക സംഘർഷം മാറണമെങ്കിൽ നമ്മൾ പുറത്തെ ലോകത്തെ മാറ്റാൻ ശ്രമിക്കരുത്. പകരം നമ്മുടെ അച്ചുതണ്ടിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ആദ്യ പാഠം ഇതാണ്: നമ്മളിപ്പോൾ എവിടെയാണോ അവിടെയല്ല നമ്മുടെ കേന്ദ്രമെന്ന് തിരിച്ചറിയുക എന്നതാണ്. നമുക്കിവിടെ ചെയ്യാനുള്ളത് തിരശ്ചീനമായ ഓട്ടം നിർത്തി ഉള്ളിലേക്കൊരു മുങ്ങിത്താഴലാണ്. നമ്മളിപ്പോൾ നമ്മളുടെ കേന്ദ്രത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? ആ കേന്ദ്രത്തിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വലിയൊരു മതിൽ വന്ന് നിൽക്കും. ആ മതിലിന് 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ വശം എന്നത് ഭൂതകാലവും മറ്റൊന്ന് ഭാവി കാലവുമാണ്. ഈ 2 വശങ്ങളെയും ചേർത്ത് നാം അതിനെ മനസ്സെന്ന് വിളിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ അവനൊരു പൂവിനെ നോക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നും. അവന് ആ പൂവിനെക്കുറിച്ച് യാതൊരുവിധ മുൻവിധികളുമില്ല. റോസാപ്പൂവാണ്, ഇതിന് ചുവപ്പ് നിറമാണെന്നല്ല. എല്ലാം അവിടെ തീർന്നു. ആ നിമിഷം പൂവുമായുള്ള നമ്മുടെ ആ ബന്ധം അവിടെ അവസാനിച്ചു. നമ്മൾ ശരിക്കും അവിടെ പൂവിനെ അല്ല കണ്ടത്, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഫയലിൽ സൂക്ഷിച്ചിരുന്ന റോസാപ്പൂ എന്ന ലേബലിനെയാണ് കണ്ടത്. ഓർക്കുക, നമ്മുടെ മനസ്സ് എപ്പോഴും പഴയതാണ്. അത് കഴിഞ്ഞുപോയ സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ചവറ്റുകൂനയാണ്. എന്നാൽ ജീവിതം ഓരോ നിമിഷവും പുതിയതാണ്.
ഒരു പുഴയിലെ വെള്ളം മാറിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പഴയ മനസ്സിനെ കൊണ്ട് പുതിയ ജീവിതത്തെ തൊടാൻ ശ്രമിക്കുന്നത് ഇന്നലത്തെ പത്രം കൊണ്ട് ഇന്നത്തെ വാർത്ത അറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നാം കാലത്തെ പോലും മൂന്നായി വിഭജിച്ചിരിക്കുകയാണ്, അല്ലേ? ഭാവി, ഭൂതം, വർത്തമാനം എന്നല്ല. എന്നാൽ ശിവൻ ഈ വിഭജനത്തെ തകർത്തെറിയുകയാണ് ഇവിടെ. അദ്ദേഹം പറയുന്നു, ഭൂതകാലം എന്നത് ഓർമ്മകൾ മാത്രമാണ്, അതിപ്പോൾ നിലവിലില്ലാത്ത ഒന്നാണെന്ന്. ഭാവികാലം എന്നതോ അത് വെറും സങ്കല്പവുമാണ്, അത് ഇതുവരെ നമുക്കരികിൽ പോലും വന്നിട്ടില്ല. വർത്തമാനകാലം എന്നതാണ് ഏറ്റവും വലിയ രഹസ്യം. വർത്തമാനകാലം സമയത്തിൻ്റെ ഭാഗമേ അല്ല. വർത്തമാനമെന്നാൽ അത് നിത്യതയാണ്. സമയമെന്നത് തിരശ്ചീനമായ ഒന്നാണ്. ഇന്നലെയുടെ ദുഃഖത്തിൽ നിന്ന് നാളത്തെ പ്രതീക്ഷയിലേക്ക് നടത്തുന്ന ഒരു ഓട്ടം മാത്രമാണ്. എന്നാൽ വർത്തമാനം എന്നത് ലംബമായ ഒന്നാണ്. നമ്മൾ വർത്തമാനത്തിലായിരിക്കുന്ന ആ നിമിഷം നമ്മൾ സമയത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്താണ്. അവിടെ നമുക്ക് വയസ്സില്ല, അവിടെ നമുക്ക് ഉത്കണ്ഠയുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനോഹരമായ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സുടനെ പറയും, ഇത് കൊള്ളാം, എനിക്കിത് വീണ്ടും വേണമെന്ന്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ എന്തിനാണ് വിവാഹിതനാകുന്നത്? പ്രണയത്തിൻ്റെ ആ സുന്ദരമായ നിമിഷങ്ങൾ എന്നും ആവർത്തിക്കാൻ വേണ്ടിയാണ്, അല്ലേ? പക്ഷെ വിവാഹം കഴിഞ്ഞാൽ ആ നിമിഷങ്ങൾ എവിടെ പോകും? എവിടെ പോകുന്നു? കാരണം ആദ്യത്തെ തവണ അത് സംഭവിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അത് അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ തവണ നമ്മളൊരു ഡിമാൻഡുമായിട്ടാണ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവിടെ പഴയ മനസ്സ് കടന്നു വരും. പഴയ മനസ്സുള്ളിടത്ത് ആനന്ദമുണ്ടാവില്ല. അതുകൊണ്ടാണ് വിവാഹിതരായ മിക്കവരും ഇച്ഛാഭംഗത്തിൽ കഴിയുന്നത്. അവർ പഴയ നിഴലുകളെ പിടിക്കാൻ ഓടുകയാണ്. അത് നടക്കുമോ? യേശുവിനോട് ഒരാൾ ചോദിച്ചു, ദൈവരാജ്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അദ്ദേഹം നൽകിയ മറുപടി ഒരു സെൻ ഗുരുവിൻ്റേതുപോലെയായിരുന്നു. യേശു പറഞ്ഞു, അവിടെ സമയമുണ്ടായിരിക്കുകയില്ല എന്ന്. സമയം അവസാനിക്കുന്നിടത്ത് ദൈവരാജ്യം തുടങ്ങുന്നുവെന്ന്. ഇതിനർത്ഥം അവിടെ ഘടികാരങ്ങൾ നിൽക്കുമെന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സ് സമയത്തിന് അതീതമാകും എന്നാണ്. നമ്മൾ നമ്മുടെ ഓഫീസിലെ ഫയലുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭാവിയിലാണ്. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭൂതത്തിലുമാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം മാത്രം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വർത്തമാനത്തിലാണ്. ആ നിമിഷം നിങ്ങളൊരു ബുദ്ധനെ പോലെ സ്വസ്ഥനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് നമ്മെ നിരന്തരം നാളെയെക്കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ജീവിതം ആഘോഷിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. നാം തിരിച്ചറിയേണ്ടത് ഇതാണ്: മനസ്സ് മരിക്കുമ്പോൾ മാത്രമേ ജീവിതം ജനിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ ശ്വാസവും ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുക. നാം മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സെപ്പോഴും കാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ സമയത്തിൻ്റെ ചങ്ങല പൊട്ടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ശിവൻ തൻ്റെ പ്രിയതമയായ ദേവിയോട് പറയുന്നു,
അത് പ്രേമമാണെന്ന്. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 10ാമത്തെ വിദ്യ പ്രേമാനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. ശിവൻ പറയുന്നു, ആ പരിലാളനമായി തീരുക. താലോലിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്കരിയായ രാജകുമാരി നിത്യമായ ജീവിതത്തിലേക്ക് എന്നതുപോലെ ആ പരിരംഭണത്തിലേക്ക് കടന്നു ചെല്ലുകയെന്ന്. എന്തുകൊണ്ടാണ് ശിവൻ പ്രേമത്തിലൂടെ തുടങ്ങുന്നത്? ഭാരതീയ ദർശനങ്ങളിൽ ശിവനെപ്പോലെ ധീരനായ മറ്റൊരു ഗുരുവുമില്ല. ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങളും നിങ്ങളോട് പ്രേമിക്കരുത്, സ്നേഹമൊരു ചതിക്കുഴിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ധ്യാനിക്കാനും കഴിയില്ല എന്ന്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ സ്നേഹത്തെ ഇത്രയധികം കൊതിക്കുന്നത്? അതിൻ്റെ കാരണമെന്നത് സ്നേഹത്തിൻ്റെ ആഴമുള്ള നിമിഷങ്ങളിൽ മാത്രമേ മനുഷ്യൻ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നുള്ളൂ എന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്തിനെങ്കിലും വേണ്ടിയാണ്. പണം സമ്പാദിക്കുന്നത് വീട് വയ്ക്കാനാണ്, ജോലി ചെയ്യുന്നതോ ജീവിതം പുലർത്താനാണ്. എന്നാൽ സ്നേഹിക്കുന്നത് എന്തിനാണ്? സ്നേഹത്തിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറം ഒരു ഫലമില്ല. ലക്ഷ്യങ്ങളില്ലാത്ത നിമിഷങ്ങളിൽ മാത്രമേ മനസ്സ് നിശ്ചലമാവുകയുള്ളൂ. സ്നേഹമെന്നത് അന്ധമാണ് എന്ന് നാം പറയാറുണ്ട്. ജ്ഞാനികളെന്ന് നടിക്കുന്നവർ കാമുകന്മാരെ പരിഹസിക്കും. എന്നാൽ ശിവൻ പറയുന്നു, യഥാർത്ഥത്തിൽ കാമുകന്മാർക്ക് മാത്രമേ കണ്ണുകളുള്ളൂ എന്നാണ്. ബാക്കിയുള്ളവരെല്ലാം അന്ധരാണ്. കണക്കുകൂട്ടുന്ന ഒരു മനസ്സ് ഭാവിയിലേക്കാണ് നോക്കുന്നത്. ഈ ബന്ധം കൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ടാകുമെന്ന്. ഇങ്ങനെ ചിന്തിക്കുന്നവർ സമയത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ സ്നേഹിക്കുന്നവൻ ഭാവിയെക്കുറിച്ച് അവിടെ ചിന്തിക്കുന്നില്ല. അയാൾ ഭൂതകാലത്തെ മറക്കുന്നു. അയാൾ ഈ നിമിഷത്തിൽ ഇവിടെ ജീവിക്കുകയാണ്. കണക്കുകൂട്ടലില്ലാത്ത ഈ അവസ്ഥയാണ് യഥാർത്ഥ ദർശനം. ഈ വിദ്യയിലെ ഏറ്റവും വലിയ രഹസ്യം ശ്രദ്ധിക്കുക. ശിവൻ പറയുന്നത് താലോലിക്കൂ എന്നല്ല, മറിച്ച് ആ താലോലമായി തീരുക എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണയായി നാം എന്ത് ചെയ്യുമ്പോഴും അവിടെ ഒരു ഞാനുണ്ട്, അല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാനെന്ന അഹന്തയുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ പരമമായ നിമിഷത്തിൽ ആ ഞാൻ ഇല്ലാതാകണം. ചുംബിക്കുന്നവനോ ചുംബിക്കപ്പെടുന്നവളോ അല്ലാതെ ആ ചുംബനം മാത്രമായി മാറണം. ആലിംഗനം ചെയ്യുന്ന ആളില്ലാതെ ആ ആലിംഗനം മാത്രമായി മാറണം. ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അവൾ നൃത്തത്തിൽ അലിഞ്ഞില്ലാതാകുന്ന ആ നിമിഷം അവൾ നൃത്തമായി മാറുന്നു. അവിടെ നർത്തകിയില്ല. അതുപോലെ നമ്മൾ പ്രേമത്തിൽ ഇല്ലാതാകുമ്പോൾ അഹന്ത അലിഞ്ഞു പോകും. അഹന്ത അലിഞ്ഞാൽ പിന്നെ അവിടെ സമയമില്ല, അവിടെ നിത്യത മാത്രമേ ഉള്ളൂ. യോഗികൾക്കും തപസ്സികൾക്കും ഹിമാലയത്തിൽ പോയി വർഷങ്ങളോളം തപസ് ചെയ്തിട്ടും ലഭിക്കാത്ത ആ ശൂന്യത പ്രണയിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് തന്ത്ര പറയുന്നത് പ്രേമം ഏറ്റവും എളുപ്പമുള്ള ഒരു ധ്യാനമാണെന്ന്. നമ്മളൊരാളെ പ്രേമിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ മാത്രമല്ല സ്പർശിക്കുന്നത്, മറിച്ച് ആ വ്യക്തിയിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ നിത്യതയെയാണ് സ്പർശിക്കുന്നത്. നിങ്ങളുടെ പ്രേമം ഒരു ധ്യാനമായി മാറുന്നില്ലെങ്കിൽ അതൊരു മിന്നൽ പിണർ പോലെ വന്നു പോകും. എന്നാൽ അത് ധ്യാനമായാൽ
നിങ്ങൾ ആ നിത്യതയിൽ സ്ഥിരമായി വസിക്കും. സ്നേഹമുള്ളവരെ, പ്രേമത്തെ ഒരിക്കലും ഭയപ്പെടരുത്. അത് നിങ്ങളുടെ അഹന്തയെ കൊല്ലാനുള്ള മരുന്നാണ്. നിങ്ങളിലെ കാമുകനോ കാമുകിയോ മരിക്കുമ്പോൾ മാത്രമേ നിങ്ങളിലെ ബുദ്ധൻ ഉണരുകയുള്ളൂ. നിങ്ങളുടെ പങ്കാളിയെ സ്പർശിക്കുമ്പോൾ ആ സ്പർശനമായി മാറാൻ നിങ്ങൾ ശ്രമിക്കണം. അവിടെ നിങ്ങൾ ഇല്ലാതാകട്ടെ, പ്രേമം മാത്രം അവശേഷിക്കട്ടെ. നാം ഇപ്പോൾ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ടതുകൊണ്ട് മാത്രം ആരും പ്രേമിയായി മാറില്ല. കടലിനെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാൽ നമ്മുടെ ദാഹം മാറില്ലല്ലോ. അതിന് നിങ്ങൾ കടലിൽ ഇറങ്ങണം, ആ വെള്ളം സ്പർശിക്കണം. ശിവൻ നൽകിയ ആ പരിലാളനമായി തീരുക എന്ന വിദ്യ എങ്ങനെയാണ് നാം പ്രായോഗികമായി ചെയ്യുക? ഇതിനായി നമുക്ക് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തേത് അഹംബോധത്തിൻ്റെ അലിഞ്ഞു ചേരലാണ്. അതിനായി നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് സാവകാശം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. സാധാരണയായി നാം വിചാരിക്കാറുള്ളത് എൻ്റെ വസ്ത്രം എന്നെ സ്പർശിക്കുന്നു എന്നാണ്. ഇവിടെ ഞാനുണ്ട്, വസ്ത്രവുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ ചർമ്മം അലിഞ്ഞു പോയിരിക്കുന്നു എന്ന്. നിങ്ങളുടെ ശരീരവും വസ്ത്രവും തമ്മിൽ ഒരു വേർതിരിവുമില്ല. ആ സ്പർശനം മാത്രമാണ് സത്യം. അവിടെ തൊടപ്പെടുന്ന ആളില്ല. ഈ അലിഞ്ഞുചേരൽ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരമില്ലായ്മ അനുഭവപ്പെടും. പ്രിയമുള്ളവരെ, ഇതാണ് ശിവൻ പറഞ്ഞ നിത്യതയിലേക്കുള്ള ആദ്യ ചുവട്. രണ്ടാമതായി, സ്നേഹത്തിൻ്റെ ശ്വാസം എന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് അരികിലുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ ആലിംഗനത്തിൽ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ശ്വാസം ആ വ്യക്തിയുടെ ശ്വാസവുമായി ഒന്നായി തീരട്ടെ. തന്ത്രയിലെ പ്രധാന ഒരു രഹസ്യം ഇതാണ്.
രണ്ട് ശരീരങ്ങൾ ഒന്നാകുന്നതിലല്ല, മറിച്ച് രണ്ട് ശ്വാസങ്ങൾ ഒന്നാകുന്നതിലാണ് സ്നേഹത്തിൻ്റെ പരമമായ ആനന്ദമിരിക്കുന്നത്. നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ അവർ ശ്വാസം വിടുന്നു, അവർ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ ശ്വാസം വിടുന്നു. അതൊരു വൃത്തമായി മാറട്ടെ. ആ വൃത്തത്തിനുള്ളിൽ നിങ്ങൾ ഇല്ലാതാകുന്നു. അവിടെ കാലം നിലയ്ക്കുകയാണ്. സാവകാശം നിങ്ങൾക്ക് ഉണർവിലേക്ക് വരാം. കണ്ണുകൾ തുറക്കാം. മൂന്നാമത്തേത് ഒരു ലളിത വിദ്യയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു മരത്തെ നോക്കുകയാണെങ്കിൽ വെറുതെ നോക്കി നിൽക്കരുത്. ആ കാഴ്ചയായി മാറാൻ ശ്രമിക്കണം. നോക്കുന്ന കണ്ണും നോക്കപ്പെടുന്ന മരവും തമ്മിലുള്ള അകലം അവിടെ ഇല്ലാതാകട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ ആ രുചിയായി മാറാൻ ശ്രമിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ആ തണുപ്പായി മാറാൻ ശ്രമിക്കുക. ഓരോ പ്രവൃത്തിയും നിങ്ങളിലെ കർത്താവിനെ ഒഴിവാക്കി കർമ്മം മാത്രമായി മാറാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു പ്രണയമായി മാറും, ഒരു ധ്യാനമായി മാറും. ഇനി ഇതെല്ലാം ബുദ്ധിമുട്ടാകുന്നുവെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത് ബുദ്ധിമുട്ടാകുന്നത്? സത്യമെന്നത് നമ്മുടെ മനസ്സിന് ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാതെ ഇരിക്കാൻ അറിയില്ല എന്നതാണ്. സ്പർശനത്തിൻ്റെ ഇടയിൽ പോലും മനസ്സ് പറയും ഇത് ശരിയല്ല, കുറച്ചുകൂടി നന്നാവണമെന്ന്. നമ്മിലെ ഈ വിധികർത്താവിനെ ഒന്ന് വിശ്രമിക്കാൻ വിടണം. സംഭവിക്കുന്നത് എന്ത് തന്നെയായാലും അതിനെ പൂർണ്ണമായി സ്വീകരിക്കുക. സുഹൃത്തുക്കളെ, ശിവൻ പഠിപ്പിക്കുന്നത് ഒരു മതമല്ല, മറിച്ച് ജീവിക്കാനുള്ള കലയാണ്. നിങ്ങളൊരു പുഷ്പത്തെയോ ഒരു കൊച്ചുകുട്ടിയെയോ നിങ്ങളുടെ പങ്കാളിയെയോ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ബോധവും ആ സ്പർശനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കാമുകനായല്ല, മറിച്ച് സാക്ഷാൽ ശിവനായി ചൈതന്യമായി മാറും. പ്രിയമുള്ളവരെ, നാം പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? എന്നാൽ ഈ ലോകത്ത് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാത്തവർ ആരുമില്ലെങ്കിലും യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണത്? അതിൻ്റെ ഉത്തരമെന്നത് വളരെ വിചിത്രമാണ്. നാം മരണത്തെ ഭയപ്പെടുന്നതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാനും കഴിയുന്നില്ല. മരണവും സ്നേഹവും ധ്യാനവും ഇവ മൂന്നും ഒരേ പ്രപഞ്ചത്തിൻ്റെ മൂന്ന് വ്യത്യസ്ത മുഖങ്ങളാണ്. എന്തുകൊണ്ടാണ് മരണവും സ്നേഹവും ഒന്നാകുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരണവും സ്നേഹവും തമ്മിലുള്ള സാമ്യം എന്താണെന്ന്? ഇത് രണ്ടും സംഭവിക്കുന്നത് വർത്തമാനകാലത്തിൽ മാത്രമാണ്. നിങ്ങൾക്ക് നാളെയെക്കുറിച്ച് ചിന്തിക്കാം, പക്ഷെ നാളെ മരിക്കാൻ കഴിയില്ല. മരണം സംഭവിക്കുമ്പോൾ അത് ഇപ്പോഴാണ്. അതുപോലെ നിങ്ങൾക്ക് നാളെ സ്നേഹിക്കാമെന്ന് തീരുമാനിക്കാം, പക്ഷേ സ്നേഹത്തിൻ്റെ അനുഭവം സംഭവിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവന് സ്നേഹിക്കാൻ കഴിയില്ല, മരണത്തെ നേരിടുവാനും കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ സ്നേഹത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
അതിൻ്റെ കാരണം സ്നേഹത്തിൽ നമ്മൾ ഇല്ലാതാകുന്നു. നമ്മുടെ അഹന്തയ്ക്ക് സ്നേഹത്തിൽ സ്ഥാനമില്ല. നിങ്ങളൊരാളെ തീവ്രമായി സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നു. ഈ നിയന്ത്രണം നഷ്ടമാകലിനെയാണ് അഹന്തയുടെ മരണമെന്ന് നമ്മൾ വിളിക്കുന്നത്. മരണത്തിൽ ശരീരമില്ലാതാകുമ്പോൾ സ്നേഹത്തിൽ ഞാനെന്ന ഭാവമില്ലാതാകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അഹന്തയുള്ളവർക്ക് പ്രണയിക്കാൻ കഴിയില്ല. അവർക്കവരുടെ ഞാനെന്ന കൊച്ചുകോട്ട തകരുന്നതിനേക്കാൾ വലിയൊരു പേടി സ്വപ്നവുമില്ല. നിങ്ങൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കുവാനും കഴിയുകയുള്ളൂ. മീരയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയകഥ നമുക്കറിയാമല്ലേ? 5000 വർഷങ്ങളുടെ അകലമുണ്ടതിന്. മീര കൃഷ്ണനുമായി പ്രേമത്തിലായിരുന്നു. അവളൊരു കുടുംബിനിയും ഒരു രാജകുമാരൻ്റെ പത്നിയുമായിരുന്നു. രാജകുമാരന് കൃഷ്ണനോട് അസൂയയായിരുന്നു. അങ്ങനെയിരിക്കെ മീരയുടെ ഭർത്താവ് ചോദിച്ചു, മരിച്ചുപോയ ഒരാളെ എങ്ങനെ സ്നേഹിക്കുമെന്ന്. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരണമെന്നത് സമയത്തിലാണ്, കൃഷ്ണൻ നിത്യതയിലാണെന്ന്. സമയം അവസാനിക്കുന്നിടത്താണ് പ്രണയം ആരംഭിക്കുന്നത്. നിങ്ങൾ സമയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ രാജകുമാരനോ രാജാവോ ഒക്കെ ആകാം, പക്ഷെ നിങ്ങൾ കൃഷ്ണൻ്റെ അടുത്തെത്തുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബലി കൊടുക്കുമ്പോൾ ആ നിമിഷം കൃഷ്ണൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. കാരണം കൃഷ്ണൻ മറ്റെവിടെയുമല്ല, നമ്മുടെ തന്നെ അഹന്തയില്ലാത്ത കേന്ദ്രത്തിലാണ് കൃഷ്ണനുള്ളത്. നമ്മുടെ ജീവിതം എന്നൊരു തിരശ്ചീനമായ ഓട്ടമാണ്. ജനനം മുതൽ മരണം വരെ നീളുന്ന ഒരു രേഖ. എന്നാൽ മരണവും സ്നേഹവും ഈ രേഖയെ പെട്ടെന്ന് മുറിക്കും. അതൊരു ലംബമായ നീക്കമാണ്. അത് നിങ്ങളെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങളൊരു ശ്വാസം എടുക്കുമ്പോൾ അത് ജീവിതമാണ്. ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതൊരു ചെറിയ മരണവുമാണ്. ഈ ചെറിയ ചെറിയ മരണങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ഓരോ ശ്വാസത്തിലും മരിക്കുവാനും ഓരോ ശ്വാസത്തിലും പുതിയതായി ജനിക്കുവാനും തയ്യാറാകുന്നവനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഭയമല്ല, അതൊരു വലിയ വിശ്രമമാണ്. സ്നേഹവും ഇതുപോലൊരു വിശ്രമമാണ്. സുഹൃത്തുക്കളെ, മരണത്തെ ഭയപ്പെടുന്നിടത്തോളം കാലം നമ്മൾ ജീവിതത്തെയും ഭയപ്പെടും. കാരണം ജീവിതത്തിൻ്റെ പരമമായ പൂവിടലാണ് മരണം. സ്നേഹത്തിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. അവിടെ നിങ്ങൾ മരിക്കട്ടെ. ആ മരണത്തിൽ നിന്ന് ജനിക്കുന്ന പുതിയൊരു മനുഷ്യൻ ഒരിക്കലും നശിക്കാത്ത നിത്യതയുടെ ഉടമയായിരിക്കും. നമ്മളിപ്പോൾ മരണത്തെയും പ്രണയത്തെയും കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നാം ചർച്ച ചെയ്യുന്നത് നമ്മളെ അടിസ്ഥാന ജീവോർജവുമായ ലൈംഗികതയെക്കുറിച്ചാണ്, അഥവാ സെക്സ് എനർജിയെക്കുറിച്ചാണ്. ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങളും ലൈംഗികതയെ പാപമായും വൃത്തികേടായും മുദ്രകുത്തിയപ്പോൾ ശിവൻ പഠിപ്പിച്ച തന്ത്രദർശനം പറഞ്ഞത് മറ്റൊന്നാണ്. നിന്റെ ഉള്ളിലെ ലൈംഗിക ഊർജമാണ് നിത്യതയിലേക്കുള്ള ഗോവണിയെന്ന്. ശിവന്റെ ദൃഷ്ടിയിൽ ലൈംഗികത എന്നതൊരു വിത്താണ്. വിത്തിനെ നോക്കി ആരെങ്കിലും ഇത് വൃത്തികെട്ടതാണ്, ഇതിൽ മണ്ണുണ്ടെന്ന് പറഞ്ഞു കളയുമോ? ഒരിക്കലുമില്ല. കാരണം ആ വിത്തിലാണ് മനോഹരമായ ഒരു പുഷ്പമൊളിഞ്ഞിരിക്കുന്നത്. തന്ത്രയുടെ കാഴ്ചപ്പാടിൽ രതി എന്നത് ഒരു വിത്താണ്. പ്രേമമെന്നത് ആ വിത്ത് മുളച്ചുണ്ടാകുന്ന പൂവാണ്. സമാധി എന്നത് ആ പൂവിൻ്റെ സുഗന്ധമാണ്. ഇവിടെ വിത്തിനെ നിന്ദിക്കുന്നവർ പൂവിനെ കൂടി നിഷേധിക്കുകയാണ്. ലൈംഗികതയെ പാപമായി കാണുന്നവർക്ക് ഒരിക്കലും
ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ എത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരേ ഒരു ഊർജം ഇതാണ്. ഇതിനെ താഴേക്കൊഴുക്കിയാൽ പ്രജനനം നടക്കും. ഇതിനെ മുകളിലേക്ക് തിരിച്ചുവിട്ടാൽ അത് പ്രബുദ്ധതയെ കൊണ്ടുതരും. നൂറ്റാണ്ടുകളായി പുരോഹിതന്മാരും സദാചാരവാദികളും നമ്മളോട് പറഞ്ഞു, ലൈംഗികത മോശമാണ്, അത് അടിച്ചമർത്തണമെന്ന്. നിങ്ങൾക്കറിയാമോ, നാം ഒന്നിനെ അടിച്ചമർത്തുമ്പോൾ അത് നശിക്കുന്നില്ല, പകരം അത് വികൃതമായി തീരുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ലൈംഗിക വൈകൃതങ്ങൾക്കെല്ലാം കാരണം ഈ അടിച്ചമർത്തലാണ്. നിങ്ങളൊരു നദിയെ തടഞ്ഞു നിർത്തിയാൽ അത് അഴുക്കുവെള്ളമായി മാറും. എന്നാൽ അതിനെ ഒഴുകാൻ അനുവദിച്ചാൽ അത് സമുദ്രത്തിലെത്തും. ലൈംഗിക ഊർജത്തെ ഭയപ്പെടാതെ അതിനെ ബോധപൂർവം സ്വീകരിക്കുമ്പോഴാണ് അത് പ്രേമമായി രൂപാന്തരപ്പെടുന്നത്. ലൈംഗികത എപ്പോഴാണ് താഴ്ന്ന തലത്തിലാകുന്നത്? നിങ്ങൾ മറ്റൊരാളെ നിങ്ങളുടെ സുഖത്തിനു വേണ്ടിയുള്ള ഒരു ഉപകരണമായി കാണുമ്പോൾ അത് കാമമായി മാറും. അവിടെ ചൂഷണമുണ്ട്. എന്നാൽ തന്ത്രം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ലൈംഗികതയിൽ നിങ്ങൾ രണ്ടുപേരും അഹന്തയെ മറന്ന് ഒന്നാകുകയാണെങ്കിൽ, ഞാൻ നീ എന്ന ബോധം ഇല്ലാതാവുകയാണെങ്കിൽ, ആ നിമിഷം അത് ധ്യാനാത്മകമായി തീരുന്നുവെന്ന്. അവിടെ നിങ്ങൾ ശരീരത്തെ അല്ല സ്പർശിക്കുന്നത്, മറിച്ച് പങ്കാളിയിലൂടെ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തെയാണ്. രതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുകയാണെങ്കിൽ പ്രകൃതി തന്നെ നിങ്ങൾക്ക് സമാധിയുടെ ഒരു ചെറിയ രുചി നൽകും. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കേവലം ഒരു ശാരീരിക രൂപമല്ല. പ്രപഞ്ചത്തിലെ പുരുഷ ഊർജവും സ്ത്രീ ഊർജവും അഥവാ ശിവനും ശക്തിയും എങ്ങനെ ഒന്നായി ലയിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണത്. ആ ഏകത്വമാണ് പരമാനന്ദം. ലൈംഗികതയിൽ നിന്ന് ഓടിപ്പോകുകയല്ല, മറിച്ച് ലൈംഗികതയെ ധ്യാനമായി മാറ്റുകയാണ് വേണ്ടത്. തിരക്കില്ലാതെ, ലക്ഷ്യങ്ങളില്ലാതെ, അഥവാ ഓർഗാസം എന്ന ലക്ഷ്യമില്ലാതെ ആ പ്രക്രിയയിൽ അലിഞ്ഞു ചേരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജം ഉന്നതങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. സ്നേഹമുള്ളവരെ, ഒരിക്കലും നമ്മുടെ ശരീരത്തെ നമ്മൾ നിന്ദിക്കരുത്. അത് ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ പ്രകാശമായി മാറ്റുക. രതി പ്രേമമായും പ്രേമം പ്രാർത്ഥനയായും രൂപാന്തരപ്പെടട്ടെ. സ്നേഹമുള്ള ആത്മബന്ധുക്കളെ, കഴിഞ്ഞ കുറച്ചു സമയമായി നമ്മൾ ഒരുമിച്ചാണ്. നമ്മൾ വിജ്ഞാൻ ഭൈരവ തന്ത്രയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ഓഷോയുടെ വിപ്ലവകരമായ ചിന്തകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ഞാനിതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അതിന് കാരണമെന്നത് അറിവുകൾ വിശ്വസിക്കാനുള്ളതല്ല, മറിച്ച് പരീക്ഷിച്ചു നോക്കാനുള്ളതാണ്. ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് പോലെ ആകരുത് നമ്മുടെ ഈ യാത്രയുടെ അവസാനം. പകരം ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വാതിൽ തുറക്കുന്നത് പോലെയാകണം ഇത്. നിങ്ങൾ ഈ ചിന്തകൾ മനസ്സിലാക്കാൻ കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ മനുഷ്യനായിട്ടല്ല പുറത്തേക്ക് പോകേണ്ടത്. ആ പഴയ മനുഷ്യൻ ഓർമ്മകളിലും ഉത്കണ്ഠകളിലും കുടുങ്ങിക്കിടക്കുന്നവനായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിലൊരു കേന്ദ്രമുണ്ടെന്ന്, അവിടെ ഒരു നിത്യതയുണ്ടെന്ന്. നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ കേവലം ഒരു പ്രസംഗമല്ല, അവ ഓരോന്നും ഓരോ വാതിലുകളാണ്. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ആ നോട്ടം പഴയതാകരുത്. ഓരോ ദിവസവും നിങ്ങളുടെ പങ്കാളിയെ ഒരു പുതിയ മനുഷ്യനായി കാണണം.
അവിടെ ഒരു നിഗൂഢത ബാക്കിയുണ്ടെന്ന് തിരിച്ചറിയണം. ധ്യാനം എന്നതൊരു നിശ്ചിത സമയത്ത് കണ്ണടിച്ചിരിക്കുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നടക്കുമ്പോൾ ഭൂമിയുമായുള്ള ബന്ധം അനുഭവിക്കുകയാണെങ്കിൽ അതൊരു ധ്യാനമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ രുചിയായി മാറുന്നുണ്ടെങ്കിൽ അതൊരു ധ്യാനമാണ്. നിങ്ങളൊരാളെ തൊടുമ്പോൾ ആ സ്പർശനമായി തീരുന്നുണ്ടെങ്കിൽ അതാണ് ശിവൻ പഠിപ്പിച്ച വിദ്യ. ഓർക്കുക, നിങ്ങളുടെ വീടും ഓഫീസും അങ്ങാടിയും ധ്യാനത്തിന് ഒരിക്കലും ഒരു തടസ്സമല്ല. മറിച്ച് അവയെല്ലാം നിങ്ങളുടെ ധ്യാനത്തിനുള്ള പരീക്ഷണശാലകളാണ്. ആൾക്കൂട്ടത്തിനിടയിലും നമുക്കുള്ളിലെ ആ നിശ്ചലമായ അച്ചുതണ്ടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, കാരണം വാക്കുകൾക്കൊരു പരിധിയുണ്ട്. സമുദ്രത്തെക്കുറിച്ച് എനിക്ക് എത്ര വേണമെങ്കിലും വിവരിക്കാം, പക്ഷേ സമുദ്രത്തിൻ്റെ തണുപ്പ് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങുക തന്നെ വേണം. സുഹൃത്തുക്കളെ, നിത്യതയിലേക്കുള്ള കവാടം നിങ്ങൾക്കായി എപ്പോഴും തുറന്നു കിടപ്പുണ്ട്. നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ മാത്രമേ വൈകുന്നുള്ളൂ. ഭയമില്ലാതെ സ്നേഹത്തോടെ ഒരു കുട്ടിയെപ്പോലെ ആ കേന്ദ്രത്തിലേക്ക് മടങ്ങുക. നിങ്ങളിലുള്ള ആ പരമമായ ചൈതന്യത്തെ ഞാൻ വന്ദിക്കുന്നു. എന്നെ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. സ്നേഹത്തോടെ മൗനത്തിലേക്ക്. നന്ദി, നമസ്കാരം.